കൈ പൊക്കുമ്പോൾ തുടക്കത്തിൽ കുഴപ്പമില്ല, പിന്നെ അങ്ങോട്ടൊരു വേദന, പിന്നെ കുഴപ്പമില്ല, അതേപോലെ ഒരു ആർക്കിൽ വേദന അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ എന്താണത്? അതാണ് പെയിൻഫുൾ ആർക്ക് സിൻഡ്രോം. ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ, ഓർത്തോ സർജനാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അത് തന്നെയാണ്. അതായത് നമ്മുടെ ഷോൾഡറിലെ ഇങ്ങനെ ഒരു ആർക്കായിട്ടാണല്ലോ നമ്മുടെ മൂവ്മെൻറ്റ് വരുന്നത്. ആ ആർക്കിൽ തുടക്കത്തിൽ ഇത്ര ദൂരം പൊക്കാൻ കുഴപ്പമില്ല, പിന്നെ അങ്ങോട്ടൊരു 90 ഡിഗ്രി ഭയങ്കര ബുദ്ധിമുട്ട്, പിന്നെ അങ്ങോട്ട് ലാസ്റ്റിലും കുഴപ്പമില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ അതിൻ്റെ പേരാണ് പെയിൻഫുൾ ആർക്ക് സിൻഡ്രോം. അപ്പോൾ പെയിൻഫുൾ ആർക്ക് സിൻഡ്രോം എന്ത് കാരണമാണ് വരുന്നത്? അതിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇംപിഞ്ച്മെൻറ്റ് തന്നെയാണ്. ഇംപിഞ്ച്മെൻറ്റിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തല്ലോ. അതായത് അവിടുത്തെ മസിലുകളും ബേഴ്സുകളും ഒക്കെ അതിൻ്റെ മുകളിലുള്ള എല്ലിലോട്ട് വന്ന് ഇങ്ങനെ പൊക്കുമ്പോൾ അമരുന്ന അവസ്ഥ, അതാണ് ഇംപിഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ മസിലുകളിൽ വരുന്ന നീർക്കെട്ട്, ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ നമുക്ക് ഈ പെയിൻഫുൾ ആർക്ക് കാണാം. അപ്പോൾ ഇത് വന്നാൽ നമ്മൾ ഉടനെ തന്നെ ചികിത്സ തേടേണ്ടത് ആവശ്യമാണ്. കാരണം എന്താണ്? അത് ഇനീഷ്യൽ സ്റ്റേജിൽ അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഒരു റെസ്റ്റ്, പിന്നെ കുറച്ച് എക്സസൈസ്, ടാർഗറ്റ് ആയിട്ടുള്ള അവിടുത്തെ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെയാണ്. പിന്നെ അതിൽ കുറയാത്തവർ ചിലരിൽ മാത്രം ചെറിയ ഇഞ്ചക്ഷൻ ആവശ്യം വരാറുണ്ട്. അതിലൊന്നും മാറാത്ത ചുരുക്കം ചിലരിൽ മാത്രം അവിടെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന എല്ലുണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യേണ്ട ചെറിയൊരു സർജറി വളരെ റയറായിട്ട് ആവശ്യം വരാറുണ്ട്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അതിൻ്റെ ചികിത്സ തേടുക. അപ്പോൾ അതിൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അത് പൂർണ്ണസ്ഥിതിയിലോട്ട് എത്തിക്കാൻ സാധിക്കും. കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുമെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്യൂ. സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ ബൈ.